ബക്രീദ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ കർശന നിർദ്ദേശം വന്നിരിക്കുകയാണ്. ബക്രീദിൻ്റെ ആഘോഷങ്ങൾ സമാധാനപരമായിട്ട് പോകാൻ വിശ്വാസികൾ സഹകരിക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. ഇതിനായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫോഴ്സിനെയും യോഗി ആദിത്യനാഥ് നിയോഗിച്ചിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലെ സർക്കാരും അവിടെയുള്ള വഖഫ് ബോർഡും ഇപ്പോൾ അവിടെയുള്ള വിശ്വാസികൾക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശം യോഗി ആദിത്യനാഥ് കൊടുത്തതിന് പുറമെ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബക്രീദുമായി ബന്ധപ്പെട്ട് ഒന്ന്, പശുവിനെ സ്ലോട്ടർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പശുവിനെ അറുക്കാൻ പാടില്ല, പശുവിനെയും അറുക്കാൻ പാടില്ല, ഒട്ടകത്തെയും അറുക്കാൻ പാടില്ല എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശങ്ങളിലുള്ളത്. അത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗതി അധോഗതിയായിരിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. രണ്ടാമതായി യോഗി പറയുന്നത് റോഡിൽ നിസ്കരിക്കാൻ പാടില്ല, നോ നമാസ് ഓൺ റോഡ്. ഇതാണ് രണ്ടാമത്തെ ബക്രീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസറിയിൽ പറയുന്നത്. മൂന്നാമതായി മെയിൻറ്റെയിൻ ഹൈജീൻ ആൻഡ് ക്ലീൻലിനെസ് ഡ്യൂറിങ് ദ ഈദ് സെലിബ്രേഷൻ. ഈദ് സെലിബ്രേഷനിൽ വൃത്തിയും വെടിപ്പും കൃത്യമായി ശുചിത്വവും പാലിച്ച് വേണം സെലിബ്രേഷൻസ് നടത്താൻ എന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്. പെർഫോം ദ സാക്രിഫൈസ് ഓൺലി എ ഡെസിഗ്നേറ്റഡ് സ്പോട്സ് എന്നാണ് അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങളുടെ ആചാരപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുക, അത് വേറൊരു സ്ഥലത്തും അനുഷ്ഠിക്കരുത്. നോട്ട് ഓൺ റോഡ് സൈഡ്സ് ഓർ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റുകളിലോ റോഡിൻ്റെ സൈഡുകളിലോ ഇത് അനുഷ്ഠിക്കാൻ പാടില്ല. ഡു നോട്ട് ഷെഡ് ബ്ലഡ് ഇൻ ഡ്രെയിൻസ് എന്നാണ് പറയുന്നത്. അതായത് ഈ പശുവിനെയും മറ്റും അറുത്ത് അതിൻ്റെ രക്തം റോഡുകളിലും ഡ്രെയിനേജുകളിലും മറ്റും ഒഴുക്കി വിടുന്ന ആ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡു നോട്ട് ടേക്ക് ഓർ അപ്ലോഡ് ഫോട്ടോസ് ഓർ വീഡിയോസ് ഓൺ ദ സാക്രിഫിഷ്യൽ റിച്വൽ ഓൺ സോഷ്യൽ മീഡിയ. അതായത് നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ ആ ഒരു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, കടുത്ത നടപടി ഉണ്ടാകും എന്ന് യോഗി പറയുന്നുണ്ട്. പോരാത്തതിന് സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൻ പോലീസ് ടു ആക്ട് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ കംപ്ലയിൻറ്റ്സ്. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആരെങ്കിലും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ, ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ജനങ്ങളുടെ കംപ്ലയിൻറ്റിനായിട്ടൊന്നും കാത്തു നിൽക്കേണ്ട, അല്ലെങ്കിൽ മറ്റൊരാൾ കംപ്ലയിൻറ്റ് തരുന്നത് വരെ കാത്തു നിൽക്കേണ്ട. പോലീസിന് ഡയറക്റ്റായിട്ട് കേസെടുക്കാനുള്ള അധികാരവും ഇപ്പോൾ യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുകയാണ്. സമാനമായ രീതിയിൽ ജമ്മു കശ്മീരിലും ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ അവിടെയുള്ള വഖഫ് ബോർഡും ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് നോ വീഡിയോ ഓർ ഫോട്ടോ ഓഫ് ദ സാക്രിഫിഷ്യൽ റിച്വൽ ഓൺ ബക്രീദ് ഷുഡ് ബി അപ്ലോഡഡ് ഓൺ സോഷ്യൽ മീഡിയ എന്നാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ഒരു മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ആ ഒരു ബലിതർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുത്. സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ ഇഫ് റൂൾസ് ആർ നോട്ട് ഫോളോഡ്. അതായത് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ കടുത്ത നടപടി എടുക്കേണ്ടി വരും. പ്രേ ഫോർ ദ സേഫ്റ്റി ഓഫ് യുവർ ഫാമിലി ആൻഡ് ദ ഇന്ത്യൻ സോൾജേഴ്സ് പ്രൊട്ടക്ടിങ് അവർ നേഷൻസ് ഓൺ ബോർഡർ. അതായത് നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നാണ് ഇപ്പോൾ ജമ്മു കശ്മീരിലെ വഖഫ് ബോർഡ് ചീഫ് അടക്കം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.